അങ്ങനെ ഒരു മാച്ചിങ് എന്തെങ്കിലും എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല, നോർമൽ പടം തന്നെ. അർജുൻ്റെ ക്യാരക്ടർ നൈസായിരുന്നു, പക്ഷെ ക്ലൈമാക്സ് പോലെ എനിക്കിഷ്ടപ്പെട്ടില്ല. ഹൊറർ ഫിലിംസ് ആയിരുന്നില്ലേ? അതെ 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 കണ്ടോ, കുഴപ്പമില്ല, പോണു. ജീവയൊക്കെ എങ്ങനെയുണ്ട് ഇതില്? ജീവ നല്ല ആക്ട് തന്നെ, നല്ല യോഗി ബാബു അല്ലേ? സെന്തിലുണ്ടായിരുന്നോ? പഴയ സെന്തിലുണ്ട് അല്ലേ? ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു, കുറച്ചൊക്കെ ഇതൊക്കെയുണ്ട്. പാട്ടൊക്കെ എങ്ങനെയുണ്ട്? 5 സോങ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ നമുക്ക് മനസ്സിലാവില്ല, അങ്ങനത്തെ ടൈപ്പാണ് അത്. ചിരിക്കാനുണ്ടായിരുന്നോ? ചിരിക്കാനൊക്കെ ഉണ്ട്, നല്ല ചിരിക്കാനുണ്ടായിരുന്നു. ശരി, ഹാപ്പിയാണപ്പോ? ഹാപ്പി. കുഴപ്പമില്ല, വണ്ടിയും കാണും, കുഴപ്പമില്ല. ക്ലൈമാക്സ് പോരാ. കാഞ്ചനൊക്കെ പ്രതീക്ഷയാണോ വന്നേ? അങ്ങനത്തെ പടം നോക്കി വന്നു. എനിക്കിഷ്ടപ്പെട്ടു. ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം. കോമഡി ഒന്നും ഇല്ല, യോഗി ബാബു കോമഡി ഒന്നും അരച്ചില്ല. ജീവിയുടെ കമ്പയർ ആയിട്ട് എടുക്കാൻ പറ്റുമോ? എനിക്ക് വലിയ പടമൊന്നുമില്ല, വൺ ടൈം വാച്ചബിളാണ്. അർജുൻ്റെ ക്യാരക്ടറൊക്കെ ഉള്ള നൈസ്. ക്ലൈമാക്സ് പോരാ, ഹൊററൊന്നും ഫീൽ ചെയ്തില്ല. ഒരു ഫാൻറ്റസി മോഡൽ എടുത്തേക്കുന്നു, പോരാ, എനിക്കിഷ്ടപ്പെട്ടില്ല. ഒരു 7-8 പേരുണ്ടായിരുന്നു. പേടിപ്പെടുത്തുന്ന പടമായിരുന്നോ? കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആണ് വർക്ക്, ആവറേജ്. പിന്നെ അർജുനൊക്കെ ഫ്ലാഷ് ബാക്കില്ലേ. ജീവ എങ്ങനെയുണ്ട്? കുറെ നാൾക്ക് ശേഷമാണ് ജീവയുടെ ഒരു കുഴപ്പമില്ല, നന്നായിട്ട് എടുത്തിട്ടുണ്ട് പടം. തിയേറ്ററിൽ എങ്ങനെ ആള് കുറവായിരുന്നു? ആള് കുറവ്, 10 പേര് തന്നെ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആദ്യം ഷോ ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു, ബാക്കി പിന്നെ ആൾക്കാർ വന്നോണ്ട് 10 പേരിൽ തുടങ്ങിപ്പോൾ. മൊത്തത്തിൽ എങ്ങനെയുണ്ട്? എന്താ പറയാനുള്ളത് കൂടുതൽ ഈ സിനിമയെ കുറിച്ച്? സിനിമ കാണാനായിട്ട് വരാനുണ്ടായ ഒരു സാഹചര്യം അത് ജീവയും അർജുനൊക്കെ ഉള്ളതുകൊണ്ട്, പിന്നെ ഹൊറർ മൂവി അല്ലേ എന്ന് വെച്ച് വന്നതാണ്. ഹൊറർ മൂവീസ് ഒക്കെ ഇഷ്ടമാണോ? അപ്പോൾ ഈ നമ്മൾ പ്രതീക്ഷ ഒരു കാഞ്ചന ലെവലിലൊക്കെ വരുമെന്നൊക്കെ പ്രതീക്ഷയായിരുന്നു ഇതിൻ്റെ ഒരു? അയ്യോ, ഇല്ല. അതിൽ കാഞ്ചിൽ കോമഡി ആയിരിക്കുമല്ലോ കൂടുതൽ. ഇതിൽ കോമഡി ഒന്നുമില്ല. ആദ്യം മുതലേ ഒരു ബംഗ്ലാവിൽ നടക്കുന്ന ബംഗ്ലാവ് തന്നെയാണ് പോണ്ടിച്ചേരിയിൽ. അത്ര തന്നെ അങ്ങനെ തന്നെ പടം ആദ്യം മുതൽ അവസാനം വരെ. വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? ജീവ അല്ലാണ്ട് ജീവ, പിന്നെ പഴയ നടൻ സെന്തിലുണ്ട്, പിന്നെ യോഗി ബാബു ഒരു ഗസ്റ്റ് റോളുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പിന്നെ മറ്റേ ലിവിങ്സ്റ്റൺ ഒരു കോമഡി നടനുണ്ടല്ലോ, ആ പുള്ളി ഉണ്ടായിരുന്നു കുറച്ച്. 5 പാട്ടുണ്ട്, കുഴപ്പമില്ല. ഒരു പ്രാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ്. ഒരു വട്ടം കണ്ടുകൊണ്ടിരിക്കാനൊക്കെ കൊള്ളാം.